ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ടോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സ്റ്റാർ നോസിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്നാലും നല്ല ലുക്കായിട്ടുള്ള 2 സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് നേരെ ഡെക്കറേഷനിലോട്ട് പോവാം. ഞാനിവിടെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ള കേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ചെയ്യാണ് കേട്ടോ. ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് 5 ഇഞ്ച് ബേക്കിംഗ് ടിന്ന് യൂസ് ചെയ്തിട്ടാണ്. 4 എഗ്ഗ് വെച്ചിട്ടാണ് കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ 3 ബേക്കിംഗ് ടിന്നാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 3 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ടോൾ കേക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് ഈ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാജിക് കളേഴ്സിൽ തന്നെ എഗ് യോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള യെല്ലോ കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്തു. പിന്നെ ടോപ്പിലായിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റെഡ് കളർ വെച്ചിട്ടുള്ള ഡിസൈൻ ഇപ്പോൾ റോസറ്റ ഡിസൈൻ പോലെ ഓരോ ഡിസൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ്. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ നമ്മൾ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്റ്റാർ പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയുക, ഷെൽ നോസിലാണ് കേട്ടോ. ഷെൽ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു നോസിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റാർ നോസിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഷെൽ നോസിൽ തന്നെ വേണമെന്നില്ല. അപ്പോൾ ചുറ്റിലായിട്ടും റെഡ് കളർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ടൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത് ആദ്യം യൂസ് ചെയ്തിട്ടുള്ള പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് ബാക്ക് സൈഡിലോട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഓരോ എന്താ പറയുക ഫ്ലവർ പോലെ വരുന്ന ഭാഗത്തായിട്ടും നമുക്ക് ലീഫ് കൊടുക്കണം. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഗാർഡൻ ഗ്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡാർക്ക് ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ലീഫ് കൊടുക്കുന്നത് ലീഫ് നോസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നോസിലില്ലാതെ പൈപ്പിംഗ് ബാഗ് ഹോളാക്കിയിട്ട് ഇതേപോലെ ലീഫ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഓരോ ഫ്ലവറിൻ്റെ ഭാഗത്തായിട്ടും ഞാനിവിടെ ഓരോ ലീഫ് കൊടുത്തിട്ടുണ്ട്. ഈ കേക്കിൻ്റെ ചുറ്റിലായിട്ടും ഈ ഒരു ഡെക്കറേഷനാണ് വരുന്നത്. വേറെ ഒരു ഡെക്കറേഷനും ഇല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ, കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡെക്കറേഷനാണ്. പിന്നെ ഇതിനെ ഒന്നും കൂടി ഷൈനി ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കോപ്പർ ഡസ്റ്റ് കേട്ടോ. ഗോൾഡൻ ഡസ്റ്റ് എൻ്റെ അടുത്ത് മിക്സ് ചെയ്തത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കോപ്പർ ഡസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിമൊക്കെ പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാനുവൽ എയർ ബ്രഷ് വെച്ചിട്ടാണ് പമ്പ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഗോൾഡൻ ഡസ്റ്റ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഡസ്റ്റ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വപ്രക്സിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് അല്ലെങ്കിൽ കോപ്പർ ഡസ്റ്റ് യൂസ് ചെയ്തിട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കുറച്ചൊരു ഗ്ലേസിങ് ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർ നോസിൽ മാത്രം വെച്ചിട്ടും ഇതേ ഡെക്കറേഷൻ തന്നെ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും, ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ടോൾ കേക്കിലും അതുപോലെ കുറച്ചൊരു ഹൈറ്റുള്ള കേക്കിൽ വരുമ്പോഴാണ് ഭംഗി വരിക. 7 ഇഞ്ച് സൈസിൽ 6 ഇഞ്ച് സൈസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഭംഗി ഉണ്ടായിരിക്കും. 8 ഇഞ്ചിലൊക്കെ ചെയ്ത് ഫ്ലാറ്റുള്ള കേക്കായിട്ട് ചെയ്യുമ്പോൾ അധികം ഭംഗി ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള 5 ഇഞ്ചിലാണ്, അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റുള്ള കേക്കും അതുപോലെ ഈ ഒരു ഡെക്കറേഷനും കൊണ്ട് വന്നപ്പോൾ ഇത് നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അടുത്തൊരു ടോൾ കേക്ക് തന്നെയാണ് കേട്ടോ. ഇതും 5 ഇഞ്ചിൽ 3 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതിന് പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഷാർപ്പ് എഡ്ജ് വരുത്തിയിട്ടുണ്ട്. നേരത്തെ കാണിച്ചിട്ടുള്ള യെല്ലോ കേക്കിന് ഷാർപ്പ് എഡ്ജ് വരുത്തിയിട്ടുണ്ടായിരുന്നില്ല, ഇതിന് ഷാർപ്പ് എഡ്ജ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനും തന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു റോസറ്റ ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് റേഡിയൻ പിങ്ക് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഓറഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് പിങ്കും അതിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ കൂടി മിക്സ് ചെയ്തപ്പോൾ ഇതുപോലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ടും അതുപോലെ ഷെൽ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രിപ്പിന് വേണ്ടിയിട്ട് വൈറ്റ് ഗണേഷ് ഡ്രിപ്പ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡായിട്ട് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഡ്രിപ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗോൾഡൻ കളറിലും സിൽവർ കളറിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതേപോലെ വൈറ്റ് കളറിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഡ്രിപ്പ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള പേൾ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രിപ്പാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളടുത്തത് ഇല്ലയെന്നുണ്ടെങ്കിൽ വൈറ്റ് ഗണേഷ് വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ കുറേശ്ശൊക്കെ ആയിട്ട് കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമൊക്കെ ബാക്കി വരാറില്ലേ, 2-3 ഷെയ്ഡൊക്കെ വന്നാൽ ഈ ഒരു ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യണത് നന്നായിരിക്കും കേട്ടോ. പല കളേഴ്സിലൊക്കെ ആയിട്ട് ഈ ഒരു ഡെക്കറേഷൻ വരുന്ന കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ കളറിലുള്ള എന്താ പറയുക ഗോൾഡൻ ലീവ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ടോൾ കേക്കാണ്. 2 കേക്കും ടോൾ കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉള്ളിൽ സ്റ്റിക്ക് ടോട്ടൽ 4 സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റുള്ള ടോൾ കേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ എല്ലാവരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഇത്രയും ഹൈറ്റിലൊക്കെ കേക്ക് കൊടുക്കുമ്പോൾ 1 kg-നേക്കാളും വെയിറ്റ് കൂടൂലേ എന്നുള്ളത്. എന്തായാലും 1 kg-നേക്കാളും വെയിറ്റ് കൂടും. സാധാരണ നമ്മൾ 3 ലെയർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ചില സമയങ്ങളിലൊക്കെ 1 kg-നേക്കാളും വെയിറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 kg-നേക്കാളും കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് എന്തായാലും 1 kg-നേക്കാളും മുകളിലേക്ക് വരും. അത്യാവശ്യം ഹൈറ്റ് ഉള്ളതാണ്. 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ റേറ്റിലും ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കണ പോലെ തന്നെ റേറ്റ് സാധാരണ റേറ്റ് തന്നെയാണോ വാങ്ങിക്കാറ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈറ്റിലും അതുപോലെ വെയിറ്റിൽ കൂടുതലായിട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കൂട്ടിയിട്ട് വാങ്ങിക്കും. അതുപോലെ ടോൾ കേക്കായിട്ട് ചെയ്യുമ്പോൾ ടോൾ കേക്കിൻ്റെ റേറ്റും അതുപോലെ എന്താ പറയുക ബോക്സിൻ്റെ റേറ്റ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് തന്നെ ടോട്ടൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള 2 ഡെക്കറേഷൻസാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാണിച്ചിട്ടുള്ള ഡെക്കറേഷനൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കിടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. എന്തായാലും റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്